ഏറ്റവും ബെറ്റർ ഇവിടെ. ഇത്രയും ജനം ഒരു ക്യാമ്പിൽ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ ട്രീറ്റ്മെൻറ്റ് വളരെ സൂപ്പർ, ക്ലിയർ ആയിട്ടെല്ലാം നടക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. മനുഷ്യർക്ക് എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. നല്ലതായിരുന്നു. എല്ലാ ടെസ്റ്റിങ് എല്ലാം കറക്റ്റാണ്. അച്ഛന് കണ്ണിൻ്റെ എല്ലാം നല്ല നോക്കി റെഫറൻസ് തന്നിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. നല്ല രീതിയിലുള്ള എല്ലാവരും നല്ല സഹകരണങ്ങളും ഡോക്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ. ഇത് ക്യാമ്പ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും അതേപോലെ തന്നെ തിമിര രോഗ ശസ്ത്രക്രിയയും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അത് വളരെ നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2024 ഒക്ടോബർ 5-ാം തീയതി രാവിലെ 8 മണി മുതൽ 1 മണി വരെയാണ് ഈ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര രോഗ ശസ്ത്രക്രിയയും ഒരു വലിയ പരിപാടി കടുവയിൽ KTCT ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത്. മണമ്പൂർ ലയൺസ് ക്ലബിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ ഇത്തവണയും മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെയും തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെയും കൈരളി ജ്വല്ലറിയുടെയും KTCTയുടെയും അങ്ങനെ വളരെ വലിയൊരു ജനപങ്കാളിത്തത്തിൽ തന്നെയാണ് ഇത്തവണയും ഈ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര രോഗ ശസ്ത്രക്രിയയും നമ്മുടെ മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലെങ്കിൽ അതിന് മേലെയായിട്ട് തന്നെ വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ ഒരു ക്യാമ്പിന് ലഭിച്ചത്. കാരണം ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് പ്രായഭേദമന്യേ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നത്. മണമ്പൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഷിജു ഷറഫ്, സെക്രട്ടറി ലയൺ സനൽകുമാർ ജി, ട്രഷറർ ലയൺ വിജയകുമാർ കെ തുടങ്ങി മണമ്പൂർ ലയൺസ് ക്ലബ്ബ് കുടുംബത്തിൽ നിന്ന് മാത്രമല്ല മറ്റു ലയൺസ് ക്ലബ്ബുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും വലിയൊരു സാന്നിധ്യവും സഹകരണവും സപ്പോർട്ടുമാണ് ഈ ഒരു ക്യാമ്പിന് ലഭിച്ചത്. മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ തിരുനെൽവേലി അരവിന്ദ് ഹൈ ഹോസ്പിറ്റലും കൈരളി ജ്വല്ലറിയും KTCTയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും പിന്നെ തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുൻ വർഷങ്ങളിലും ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും കഴിഞ്ഞ വർഷം ഏകദേശം 61 പേരെ നമ്മൾ കൊണ്ടുപോയി തികച്ചും സൗജന്യമായിട്ട് ഒരു പൈസ പോലും ഈ രോഗിക്ക് ചിലവ് വരാത്ത രീതിയിൽ കൊണ്ടുപോയി തിരിച്ച് അവിടെ ശസ്ത്രക്രിയ നടത്തി വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷവും പൂർവമായ തിരക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. മാത്രമല്ല KTCT ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയം KTCT ചാരിറ്റബിൾ ട്രസ്റ്റ് നമുക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ആണ് തന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ചിലവുകൾ കൈരളി ജ്വല്ലറിയാണ് വഹിക്കുന്നത്. കൂടാതെ കരവാരം സൊസൈറ്റിയും അതുപോലെ തന്നെ മണമ്പൂർ സൊസൈറ്റി 2 സൊസൈറ്റി ബാങ്കുകളും നമുക്ക് സൗജന്യമായി ഈ നിർധരരായ രോഗികൾക്ക് കണ്ണാടി സൗജന്യമായി നൽകുവാനായിട്ട് അവരും ഫണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയോട് കൂടി ചേർന്നൊരു പ്രോഗ്രാമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള ഒരുവിധപ്പെട്ട എല്ലാവിധ അസോസിയേഷനുകളും ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്നും ഇതിലെടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുകൂടാതെ നമുക്ക് ഇന്നത്തെ രാവിലെയും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണം നമ്മുടെ തന്നെ മെമ്പറായ ലയൺ ഷാജൻ്റെ നേതൃത്വത്തിൽ ഗുരുദേവ കാറ്ററിംഗ് അവരാണ് നമുക്ക് നൽകുന്നത്. മാത്രമല്ല ഇന്ന് സെലക്ട് ചെയ്യുന്ന രോഗികൾക്കും സൗജന്യമായാണ് ഭക്ഷണം നൽകുന്നത്. അതും ഈ നമ്മുടെ തന്നെ മെമ്പറായ ലയൺ ഷാജൻ്റെ നേതൃത്വത്തിലാണ് നൽകുന്നത്. അങ്ങനെ മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെയും തിരുനെൽവേലി അരവിന്ദ് ഹൈ ഹോസ്പിറ്റലിൻ്റെയും കൈരളി ജ്വല്ലറിയുടെയും KTCTയുടെയും ഗുരുദേവ കാറ്ററിങ്ങിൻ്റെയും കരവാരം മണമ്പൂർ സൊസൈറ്റികളുടെയും ചുറ്റുപാടുമുള്ള എല്ലാ അസോസിയേഷൻ്റെയും റെസിഡൻസ് അസോസിയേഷൻസിൻ്റെയും എല്ലാം ഒരു കൂട്ടായ ഒരു പരിശ്രമമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുത്തെ ഈ ജനങ്ങളുടെ പിന്തുണയും ഇത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സൗജന്യമായി നമ്മളെല്ലാവരും ചേർന്ന് നൽകുന്നത് മറ്റൊന്നുമല്ല, അത് അവരുടെ കാഴ്ചശക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 100% സൗജന്യമായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടാതെ ഈ ഒരു ക്യാമ്പിൽ തിമിര രോഗം സ്ഥിരീകരിക്കുന്ന ആൾക്കാരെ തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തികച്ചും സൗജന്യമായിട്ടെന്ന് പറയുമ്പോൾ അവരുടെ യാത്രാ ചെലവ്, ഭക്ഷണം, താമസം, അതേപോലെ തന്നെ ചികിത്സ ഇതെല്ലാം പൂർണ്ണമായിട്ടും 100% സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് എന്നത് തന്നെയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കൈരളി ജ്വല്ലറി ഗ്രൂപ്പ് MD കൂടിയായിട്ടുള്ള ശ്രീ നാദിർ ഷായം, അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ മുഖ്യ അതിഥി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹവും തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. മണമ്പൂർ ലയൺസ് ക്ലബ്ബും കൈരളി ജ്വല്ലേഴ്സും
മറ്റുമായിട്ട് സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ നേത്ര ചികിത്സാ ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട്. കേരളീയ ജ്വല്ലേഴ്സിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തികച്ചും സൗജന്യമായിട്ടാണ് 2000-ഓളം ആൾക്കാർക്ക് സൗജന്യ ചികിത്സാ സഹായം ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെയുള്ള പൊതുപരിപാടികൾ നടത്തുന്ന ഈ ലയൺസ് ക്ലബിനെയും ഇതിൻ്റെ ഭാരവാഹികളെയും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു. കാരണം ഇതൊരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കേരളീയ ജ്വല്ലേഴ്സിൻ്റെ MD എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു. മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ മഹാ ഐ ക്യാമ്പിൻ്റെ മൊത്തം സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് കൈരളി ജ്വല്ലറിയുടെ MD ആയിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള നാദിഷ സാറാണ്. നമ്മളിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം സ്വമനസാലെ ഇത് ഏറ്റെടുക്കുകയും ഈ ക്യാമ്പിൽ ഇവിടെ വന്ന് ഇതിന് നേതൃത്വം നൽകുകയും ചെയ്തത് അഭിനന്ദനാർഹമാണ്. അതുകൂടാതെ മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെയും KTCTയുടെയും കൂടാതെ ഒട്ടനവധി സാമൂഹ്യ സംഘടനകളുടെയും ഒരുമിച്ചുള്ള ഈ കൂട്ടായ പ്രയത്നത്തിൽ അദ്ദേഹം നമുക്ക് ചെയ്തു തന്ന ഇക്കാര്യത്തിനെ മുൻനിർത്തി ഈ നാട്ടിൽ അദ്ദേഹം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊണ്ട് അദ്ദേഹത്തിന് ബെസ്റ്റ് നമ്മുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഓണർ ചെയ്യുകയാണ്. മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന് അത് സമ്മാനിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത KTCTയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ AMA റഹീം അദ്ദേഹവും പ്രതികരിക്കുന്നുണ്ട് ഈ ക്യാമ്പിനെ കുറിച്ച്. കഴിഞ്ഞ ഏതാനും വർഷമായി ലയൺസ് ക്ലബ്ബ് ഇവിടെ ഇതേ വേദിയിൽ വെച്ച് തന്നെ ഇതുപോലുള്ള ഒരു നേത്ര പരിശോധന ക്യാമ്പുകൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരികയാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ഇതിൽ പങ്കെടുത്ത ആൾക്കാർ അവരുടെ അഭിപ്രായമനുസരിച്ച് വളരെ ഫലപ്രാപ്തിയുള്ള ഒരു ക്യാമ്പാണ് ഇവർ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്നത്. അതിൽ കണ്ണട വേണ്ടവർക്ക് കണ്ണട, സർജറി വേണ്ടവർക്ക് സർജറി, തുടർ ചികിത്സ വേണ്ടവർക്ക് ആ രീതിയിലുള്ള സംവിധാനം എല്ലാം അവർ കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ട് അതിൻ്റെ അവർ എന്തിനാണോ ഇവിടെ വന്ന് സമീപിക്കുന്നത് ആ ഒരു കാര്യം പൂർണ്ണതയിലെത്തിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു പരിഗണനയോടുകൂടിയുള്ള ഒരു സമീപനമാണ് ലയൺസ് ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പങ്കെടുത്ത അനുഭവ സാക്ഷ്യമുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഈ കാരുണ്യ പ്രവർത്തിക്ക് KTCT എല്ലാ പിന്തുണ നൽകുകയും അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ബോധ്യം KTCTക്ക് ഉള്ളതുകൊണ്ടാണ് വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ അദ്ദേഹവും ഈ ഒരു ക്യാമ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ പേര് ഹേമചന്ദ്രൻ. അരവിന്ദ് ഹോസ്പിറ്റലിലെ ക്യാമ്പ് കോർഡിനേറ്റർ ഞാൻ വർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലം നമ്മൾക്ക് ഡേറ്റ് ഇല്ലാതെ കൊണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ലാതെ പോയി. കഴിഞ്ഞ 2022 നമ്മളിവിടെ ക്യാമ്പ് നടത്തിയത്. ആ സമയത്ത് 300 മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 50-55 പേരെ നമ്മൾ തിമിരത്തിനുള്ള പേഷ്യൻസ് നമ്മൾ കണ്ടെത്തി. ആ കണ്ടെത്തിയ പേഷ്യൻസ് എല്ലാവരും നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ട്രെയിൻ മാർഗമായിട്ട് നമ്മൾ വർക്കല ഇരുന്നതിനുള്ള ആ ട്രെയിനിലിരുന്ന് നമ്മൾ തിരുവനന്തപുരം ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് തിമിരത്തിൻ്റെ ശസ്ത്രക്രിയയാണ് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നത്. ഈ തിമിരത്തിന് നേത്ര പരിശോധനയൊക്കെ എല്ലാം ചെയ്യും. തിമിരത്തിന് മാത്രമേ ഉള്ള ആൾക്കാർ അന്ന ദിവസം തന്നെ നമ്മൾ ട്രെയിൻ വഴിയായിട്ട് നമ്മൾ തിരുനെൽവേലി വരെ കൊണ്ടെത്തും. അവിടെ കൊണ്ടെത്തിയ ശേഷം പേഷ്യൻസിന് ഉള്ള ചെക്കപ്പ്, അവിടെ ഉള്ള താമസം, ഭക്ഷണം, ഇവിടെ ഓപ്പറേഷൻ, അതിനുള്ള മെഡിസിൻസ് എല്ലാം കംപ്ലീറ്റ് സൗജന്യമാണ്. ഇപ്പോൾ നേത്ര പരിശോധന പറയുമ്പോൾ തിമിരം മാത്രം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. തിമിരത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തിമിരം അല്ലാതെ മറ്റു ചില കണ്ണിൻ്റെ അസുഖമൊക്കെ ഉണ്ടാവും. കണ്ണിൻ്റെ പ്രഷർ, ഗ്ലൂക്കോമ പറയും, കണ്ണിൻ്റെ നരമ്പ് കുഴപ്പം, റെറ്റിന പ്രശ്നം ഉണ്ടാവും, കണ്ണിൻ്റെ കറുവിഴി പ്രശ്നം, പിന്നെ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന പേഷ്യൻസ് ഉണ്ടാവും. ആ പേഷ്യൻസിനെ നമ്മൾ അന്ന ദിവസം കൊണ്ടുപോകാൻ പറ്റില്ല. ആ പേഷ്യൻസിനെ നമ്മൾ ഇവിടെ 6ാമത്തെ കൗണ്ടർ കൗൺസിലിംഗ് കൗണ്ടറിൽ പക്ഷേ ഒരു റെഫറൽ കാർഡുമായിട്ട് ഒരു കാർഡുണ്ട്. ആ കാർഡ് കൊടുത്തിട്ട് നേരിട്ട് വരാൻ പറയും. ആ നേരിട്ട് വരാൻ പറയുന്ന ആൾക്കാർ നമ്മൾ ശനി, ഞായർ, തിങ്കൾ അല്ലാതെ ബാക്കി ദിവസമാണ് വരാൻ പറയുന്നത്. കാരണം ഞായർ അവധിയാണ്. ഇവിടെ ശനിയും തിങ്കളും തിരക്ക് കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ നോർമലായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ആകുന്ന ഒരു ചെക്കപ്പിന് ശനിയോ തിങ്കളോ വന്നാൽ 5.5 മണിക്കൂർ 6 മണിക്കൂർ മുകളിൽ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനി, ഞായർ, തിങ്കൾ ഒഴിച്ച് ബാക്കി ദിവസമാണ് ബാക്കി പേഷ്യൻസ് വരാൻ പറയും. ഇപ്പോൾ തിമിരത്തിലുള്ള ആൾക്കാർ ഇന്ന് കൊണ്ടുപോയിട്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് അവിടെ നിന്ന് തിരിച്ച് ബുധനാഴ്ച രാവിലെ തന്നെ ഇവിടെ എത്തിപ്പിക്കാനുള്ള എല്ലാ ചെലവുകളും അരവിന്ദ് ആശുപത്രിയാണ് നോക്കുന്നത്. ഇതിൻ്റെ എല്ലാവും നമ്മൾ ട്രെയിനിലാണ് വരാൻ പറയുന്നത്. കാരണം നമുക്ക് ബസ്സിലെയോ കൊണ്ടുപോയാൽ പ്രായമുള്ള ആൾക്കാരാണ്. അപ്പം ബസ്സിൽ പോകുമ്പോൾ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ട്രെയിനിൽ നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടാക്കുന്നത്. ട്രെയിനിൽ വരെ നമ്മൾ കൊണ്ടാക്കും. പേഷ്യൻസ് കൂടെ ആരെങ്കിലും ഒരു വാളണ്ടിയർ കാണും.
കാരണം ഒരു ഭാഷയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വേറെ ഏതും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു വാലണ്ടിയർ കൊണ്ടുപോയിട്ട് വാലണ്ടിയർ തന്നെ ബാക്കിയുള്ള എല്ലാ രോഗികളും ഒന്ന് നോക്കി തിരിച്ച് ഇവിടെ കൊണ്ടാക്കി പോകും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ലയൺസ് ക്ലബ്ബ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ഈ ഒരു സൗജന്യ ക്യാമ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഐ ഹോസ്പിറ്റലാണ് അരബിന്ദ് ഹോസ്പിറ്റൽ. അവരുടെ സഹായത്തോടെ മണമ്പൂർ ലയൺസ് ക്ലബ്ബും ഇവിടുത്തെ പല സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സൊസൈറ്റികളും കൂടെ സംയുക്തമായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ക്യാമ്പ്. രാവിലെ 8:30 മണിക്ക് തന്നെ ഇവിടെ ഏകദേശം ഒരു 400-500ഓളം പേര് ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എല്ലാ വർഷവും ഈ ക്യാമ്പ് മണമ്പൂർ ലയൺസ് ക്ലബ്ബ് നടത്താറുണ്ട്. വളരെ സക്സസ് ആണ്. 60-65 പേര് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിമിര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി സൗജന്യമായി തിരുനെൽവേലി കൊണ്ടുപോയി തിരിച്ചിവിടെ കൊണ്ടാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മണമ്പൂർ ലയൺസ് ക്ലബ്ബാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം കൂടെയാണ് ഈ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഐ ക്യാമ്പ്. ഇതിന് എല്ലാവിധ ആശംസകളും RC എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. ഈ ക്യാമ്പിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് മണമ്പൂർ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഷിജു ഷറഫൻ. അദ്ദേഹം ഇതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായി ഓടി നടക്കുകയും ബാക്കിയുള്ളവരെ സംഘടിപ്പിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ ഒരു സൗജന്യ ക്യാമ്പിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളുമായിട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.